അല്ല അഞ്ചി, ഞാൻ ഈ ഇന്റർവ്യൂ ഈ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ ചോദിക്കണം വിചാരിച്ചൊരു കാര്യമാണ്. ഇപ്പം ഈ മോഡലിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഇപ്പൊ അറ്റ് പ്രസന്റ് അഞ്ചിന്റെ കോൺഫിഡൻസ് കൂടിയൊക്കെയാണോ, അതായത് ഞാൻ മോഡലാണ് എന്നുള്ള രീതിയിൽ, അതോ ഇൻസെക്യൂരിറ്റീസ് ആണോ കൂടുതൽ ഇപ്പോ? ഓഫ് കോഴ്സ് എൻ്റെ ഇൻസെക്യൂരിറ്റീസ് ആണ് കൂടുതൽ. എൻ്റെ കോൺഫിഡൻസ് കൂടുന്നതിനെക്കാട്ടും കൂടുതൽ എൻ്റെ ഇൻസെക്യൂരിറ്റീസ് ആണ് മോഡലിങ്ങിൽ കയറിയിട്ട് ഉള്ളിൽ വെച്ചിട്ട് കൂടുന്നത്. പക്ഷേ അത് പയ്യെ പയ്യെ കുറഞ്ഞു വരും ചെയ്തു കേട്ടോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ എനിക്കൊരു ഷൂട്ട് എടുക്കാൻ പോലും കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥയിൽ ഇപ്പം എനിക്ക് ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. പക്ഷെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഏതൊരു മോഡലാണെങ്കിലും, അതിപ്പോൾ ഏതൊരു ഇന്റർനാഷണൽ മോഡലാണെങ്കിലും അവർക്കുണ്ട് ഒരു ഇൻസെക്യൂരിറ്റി. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഇത് അതൊരു സത്യം. ദർ വിൽ ബി ഓൾവേസ് എ ഗേൾ ഹൂ വിൽ ബി പ്രിറ്റിയർ ദാൻ യു. അതിപ്പോൾ ആരാണെങ്കിലും എപ്പോഴും നമ്മളെക്കാട്ടും നല്ലൊരു പേഴ്സൺ, അല്ലെങ്കിൽ നമ്മളെക്കാട്ടും എല്ലാത്തിനേക്കാളും മെച്ചപ്പെട്ടൊരു പേഴ്സൺ, അല്ലെങ്കിൽ നമ്മളെക്കാട്ടും സുന്ദരിയായ ഒരു പേഴ്സൺ, നമ്മളെക്കാട്ടും ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് ആൾ എപ്പോഴും ഉണ്ടാവും നമ്മുടെ ഫ്രണ്ടിൽ. ഒരിക്കലും നമുക്ക് എല്ലാത്തിൻ്റെയും ടോപ്പിലെത്താൻ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സംഭവം എന്താ പറയുക, നമ്മളാണ് ദ മോസ്റ്റ് അന്ന് പറഞ്ഞൊരു സംഭവം ഒരിക്കലും നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. അപ്പൊ അതൊരിക്കലും നമ്മൾ ചിന്തിക്കരുത്, അങ്ങനെ സംഭവിക്കും നമ്മളൊരിക്കലും ചിന്തിക്കരുത്. എപ്പോഴും ഒരു പേഴ്സൺ ഉണ്ടാവും നമ്മളെക്കാട്ടും മച്ച് ബെറ്റർ ആയിട്ടുണ്ടാവുക.